ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 300 ഗ്രാമോളം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കന് ഞാൻ ഇപ്പം കുറച്ച് വേവിച്ചിട്ടുള്ളതാണ്, അതായത് കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട്. പിന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നും അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, കാരണം ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കൻ അല്ലേ. അതുപോലെ തന്നെ ചിക്കൻ പീസസ് ഇതുപോലെ സെപ്പറേറ്റ് വേണമെന്നൊന്നുമില്ല. നമ്മൾ ഉച്ചക്കൊക്കെ വീട്ടിൽ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ബാക്കി പീസസൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്താലും മതി കേട്ടോ. അങ്ങനെ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ചിക്കൻ എടുക്കുക, ബീഫ് എടുക്കുക, അതുപോലെ തന്നെ ചെമ്മീൻ, അങ്ങനത്തെ ഏത് ഇഷ്ടമുള്ള ഏതും എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ ചിക്കൻ മൊത്തം ഞാൻ ഫ്രൈ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സവാളയാണ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, വേണ്ടിക്കൽ ലാസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വാടി കെട്ടിക്കോളും, നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി 2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ 2 ചെറിയ പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാനെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായിട്ടൊരു സ്പാച്ചിൽ വെച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നോക്കുക കേട്ടോ, ഉപ്പൊക്കെ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലും ഉരുളക്കിഴങ്ങിലും എല്ലാത്തിലും ഇട്ടത് കൊണ്ട് തന്നെ പ്രത്യേകം നോക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരല്പം മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പച്ചവെള്ളമാണ്. അപ്പോൾ എൻ്റെ അതിപ്പോൾ 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതിലാണ് വെള്ളം അളക്കുന്ന ആ ഒരു സെയിം കപ്പ് തന്നെ 2 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ, പക്ഷെ മൈദയാകുമ്പോൾ ഒന്നുകൂടെ അറിയാമല്ലോ, സോഫ്റ്റ്നെസ് കൂടും, ടേസ്റ്റും കൂടും. അപ്പോൾ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം, ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരല്പം കൂടി ലൂസായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം 2 കപ്പ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് എത്രത്തോളം വേണമോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൂസ് എന്ന് പറയുന്നത്. ഓവർ തിക്ക് ആവാനും പാടില്ല, ഓവർ ലൂസ് ആവാനും പാടില്ല. ഈ ഒരു രീതിക്ക് നമ്മൾ മാവ് കോരി ഒഴിക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു ദോശയൊന്ന് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ക്രീപ്സ് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് മാവ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. നേരിയ ക്രീപ്സ് ആയിട്ടാണ് ചുട്ടെടുക്കുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചിട്ട് മുകൾ ഭാഗം ഒന്നങ്ങ് ആറി വരുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം ഒരു ലോന്നൊരല്പം കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലും നമ്മൾ നോർമൽ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഓവർ അങ്ങനെ കളറും മാറ്റിയിട്ടൊന്നും ചെയ്തെടുക്കാൻ വേണ്ട കേട്ടോ. ഒരു 2-3 തവണ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് ടൈമൊന്നും വേണ്ട, അത്രയും നേരിയതായിട്ടല്ലേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്രീപ്സ് റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം. എന്നിട്ട് ഇതുപോലെ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതൊരു ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ അല്ലെങ്കിൽ പിസ്സ സോസോ ഏത് ടൈപ്പ് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സോസസ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചീസ് ഒട്ടും തന്നെ നിർബന്ധമില്ല, പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണല്ലോ, അപ്പം നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 1-2 സ്പൂൺ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ അത് വെച്ച് കൊടുക്കാം. അത് അവിടെ തന്നെ ഒട്ടി നിന്നോളും കേട്ടോ, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു സൈഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ സ്നാക്സ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 kg ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഓരോരോ സ്നാക്സായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് ടൈം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മുടെ വെന്തതാണല്ലോ എല്ലാം. അതുകൊണ്ട് തന്നെ ആ ഒരു തൊലിഭാഗം ഒന്ന് എന്താ പറയുക ക്രിസ്പ് ചെറിയ രീതിക്കൊന്ന് മൊരിഞ്ഞ് വരിക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മല്ലിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാനും, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മുടെ ചിക്കനൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കിച്ചണിലുള്ള ഐറ്റംസ് തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണകളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്